ഹായ് ഫ്രണ്ട്സ്, തേങ്ങയൊന്നും ചേർക്കാതെ ഇൻസ്റ്റൻ്റായി റവയും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കപ്പ് റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല. അടുത്തതായി ഇതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 5 മിനിറ്റ് വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണുള്ളതെങ്കിൽ 5 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറായാലും കുഴപ്പമില്ല. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വേഗം വഴണ്ട് കിട്ടാൻ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 പൊട്ടാറ്റോ മീഡിയം സൈസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും പൊട്ടാറ്റോയും ഈ മസാലയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായി വേവാൻ വേണ്ടി 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാന് നല്ലതുപോലെ ചൂടായിരിക്കണം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഹോളുകൾ വരും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറും ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ചുട്ടെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്